നമുക്ക് ഫ്രെയിം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നത് അതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുത്ത് വരയ്ക്കുക. അപ്പം ഞാൻ റഫ് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് വരയ്ക്കാം. 4 സൈഡും 1.5 സെൻറ്റിമീറ്റർ വെച്ചെടുത്തിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 4 സൈഡും വരയ്ക്കാം. ഇത് 1.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5, വീണ്ടും 1, 1.5. ആ 1.5ൻ്റെ അകത്തോട്ട് 0.5 മാറ്റിയല്ലേ നമ്മൾ എടുത്തത്. അപ്പം നമുക്കിത് എവിടത്തേക്ക് അളവാന്ന് നോക്കാം. ആദ്യത്തെ 1.5 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ മുകളത്തെ ആ ഭാഗമാണ്. ഇനിയുള്ള 1 സെൻറ്റിമീറ്റർ ഇല്ലേ, അത് നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്തെ സ്പേസ് ആണ്. ഇനിയുള്ള 1.5 എന്ന് പറയുന്നത് നമ്മുടെ ആ 1 കഴിഞ്ഞ് അകത്തോട്ടൊരു മടക്ക് വരുന്നുണ്ട്, അതാണ് 1.5. പിന്നെയുള്ള 1 എന്ന് പറയുന്നത് ആ സൈഡിലത്തെ വീതിയാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു 1.5ഉം അതിൻ്റെ അകത്തോട്ടൊരു 0.5ഉം വരച്ചില്ലേ, അതാണ് നമ്മുടെ ഫോട്ടോ വയ്ക്കാനുള്ള ബേസ് പാർട്ട്. അത് ഞാൻ വേറൊരു കളർ പെൻ എടുത്തിട്ട് 4 സൈഡും വരച്ച് കാണിക്കാം. അടുത്ത് നമ്മളൊരു 0.5 അധികമായിട്ട് വരച്ചില്ലായിരുന്നു അകത്ത്, അത് ഞാൻ വേറൊരു കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഈ 0.5 നമ്മൾ മാർക്ക് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കുന്ന ഫോട്ടോയുടെ 4 സൈഡും ആ ഫ്രെയിമിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ ആ 4 സൈഡും അതിനകത്ത് ടൈറ്റായിട്ടിരിക്കും. ഇനി നമ്മുടെ ഫ്രെയിമിൻ്റെ 2 വശത്തായിട്ടും ആ മടക്ക് വരുന്ന ഭാഗമില്ലേ, അതിൻ്റെ 4 സൈഡിലും കോർണർ പാർട്സ്, അത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഔട്ടർമോസ്റ്റ് ലൈനില്ലേ, നമ്മുടെ പിക്ചർ വെച്ചേക്കുന്നതിൻ്റെ ബേസ് പാർട്ട്, നമ്മുടെ ബേസ് പാർട്ടിന് നേരെയുള്ള ആ ലൈനില്ലേ, അവിടുന്ന്
അകത്തോട്ടൊരു ഡയഗണലായിട്ടൊരു ലൈൻ വരയ്ക്കണം. അതിൻ്റെ താഴോട്ടൊരു ചെറിയ ലൈനില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയ ലൈൻ വരയ്ക്കണം. വീണ്ടും ആ റൈറ്റ് സൈഡിൽ ആ സ്ക്വയറിൻ്റെ അറ്റത്തോട്ട് ഒരു ഡയഗണൽ വരയ്ക്കണം. എന്നിട്ട് നമ്മുടെ ആ കോർണറിൻ്റെ ഭാഗത്തോട്ട് അത് ലൈൻ യോജിപ്പിക്കണം. ഇനി നമ്മുടെ ആ ബേസ് പാർട്ടിൻ്റെ വലത്തോട്ടൊരു ലൈൻ ഉണ്ടല്ലോ, അതങ്ങ് നീട്ടി വരച്ചു കൊടുക്കാം നമുക്ക്. ഇത് തന്നെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലും വരയ്ക്കാം. അതിന് നമ്മുടെ ബേസിൻ്റെ നേരെയുള്ള ലൈൻ നോക്കിയിട്ട് അവിടുന്ന് അകത്തോട്ടൊരു ഡയഗണൽ വരയ്ക്കാം. എന്നിട്ട് താഴോട്ട് ആ ലൈനിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ, എന്നിട്ട് പുറത്തോട്ടൊരു ഡയഗണൽ, എന്നിട്ട് നമ്മുടെ ബേസിലോട്ട് യോജിപ്പിക്കണം. എന്നിട്ട് ആ പുറത്തോട്ടുള്ള ആ നീളമുള്ള ലൈൻ അങ്ങ് യോജിപ്പിക്കണം. നമുക്കിത് ആദ്യമേ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ ഒരു കൺഫ്യൂഷൻ കാണും. ഒന്ന് ശ്രമിച്ചാൽ നമുക്കത് വരച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് താഴെയും രണ്ട് സൈഡിൽ ഇതേ പാറ്റേണിൽ വരയ്ക്കാം. ഇനി നമുക്കതെങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ആ 4 സൈഡിലും കോർണേഴ്സിലെ നമ്മൾ വരച്ചതിൻ്റെ ബാക്കി ഭാഗം, ആ റഫായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ 4 ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സൈഡ്സ് എങ്ങനെ മടക്കുന്നതെന്ന് നോക്കാം. പേപ്പർ കട്ടിംഗ് നൈഫ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡില്ലേ, അതായത് മുറിക്കുന്ന ഭാഗമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതെടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വരച്ച ലൈൻസിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ലൈൻ ചെയ്ത ഭാഗം നമുക്ക് സ്കെയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള 3 സൈഡും ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് മടക്കിയെടുക്കാം. നമ്മുടെ റഫ് മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഇതെല്ലാം മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കെങ്ങനെ ഇത് മടക്കുന്നതെന്ന് നോക്കാം. അതാണ് നമ്മുടെ ഫോട്ടോ വയ്ക്കുന്ന ഭാഗം. നമുക്കവിടെ നമ്മുടെ ഫോട്ടോ പ്ലേസ് ചെയ്യാം. ഇത് നമുക്ക് പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും വയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഫ്രെയിം ഒന്ന് ലാൻഡ്സ്കേപ്പ് വയ്ക്കാം. പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്. ഞാനിവിടെ ലാൻഡ്സ്കേപ്പാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫോട്ടോ പ്ലേസ് ചെയ്തു. നമുക്കിനി 2 സൈഡ് എങ്ങനെ മടക്കുന്നതെന്ന് നോക്കാം. ആ ഓരോ മടക്ക് ഭാഗമായിട്ട് പതിയെ മടക്കിയെടുക്കുക. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും അതേപോലെ മടക്കിയെടുക്കാം. ഇനി നമ്മുടെ അടുത്ത 2 സൈഡ് എങ്ങനെ മടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ മടക്കിയത് കൂട്ട് ഈ ഭാഗവും മടക്കിയെടുത്തിട്ട് അടുത്ത ഭാഗത്തുള്ള ആ കോർണർ പാർട്ട് നോക്കി അതിൻ്റെ അകത്തോട്ട് നേരത്തെ ഭാഗം മടക്കി നമുക്ക് കയറ്റി വയ്ക്കാം. അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യാം. ആ കോർണർ പാർട്ട് നോക്കിയിട്ട് അകത്തോട്ട് മടക്കി കയറ്റി വയ്ക്കാം. നമ്മുടെ 2 കോർണർ പാർട്ടും റെഡിയായി. സെയിം രീതി തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് ചെയ്യാം. പതിയെ മടക്കി 2 കോർണറും ആ 2 സൈഡിലെ മടക്കിനകത്തോട്ട് കയറ്റി വയ്ക്കാം. നമ്മുടെ ഫ്രെയിം അങ്ങനെ റെഡിയായി.
നമ്മുടെ ഫ്രെയിമിൻ്റെ 4 കോർണേഴ്സിലും ആ ഭാഗത്തോട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യണം. എന്നിട്ട് അവിടെ ഇളകി വരാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഗമ്മെടുത്തിട്ട് ആ കോർണേഴ്സിലെല്ലാം ഒട്ടിക്കാം. നമ്മൾ ഗമ്മെടുത്തിട്ട് ആ നൈഫിൻ്റെ അറ്റത്തോട്ടൊന്ന് ഗമ്മ ചെറുതായിട്ട് തേക്കാം. എന്നിട്ട് നമ്മുടെ ആ കോർണർ ഭാഗത്തോട്ട് അകത്തോട്ട് കയറ്റി ഗമ്മ തേക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാം. ഇതേപോലെ 4 സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡിയായി. നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഒന്ന് പെയിൻറ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വേറെ കളറായിട്ടുള്ള പേപ്പർ ആണെങ്കിൽ കളർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ വൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കളർ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഈ 4 സൈഡും ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബ്ലാക്ക് കളർ ഫുള്ള് പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ ഗോൾഡിൻ്റെ മെറ്റാലിക് കളർ എടുത്തിട്ട് ആ ഫ്രെയിമിൽ ചുറ്റും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അതിൻ്റെ സ്പോഞ്ചിനകത്ത് കുറച്ച് ഗോൾഡ് പെയിൻറ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആക്കി ഇട്ടേക്കുവാണ്. അങ്ങനെ നമ്മുടെ ഫ്രെയിം റെഡി ആയി കഴിഞ്ഞു. ഇതിനധികം വെയിറ്റും ഇല്ല, പിന്നെ ഫ്ലെക്സിബിളും ആണ്. ഗ്ലാസ് ഫ്രെയിം അല്ലാത്തതുകൊണ്ട് പൊട്ടിപ്പോന്നുള്ള പേടിയും വേണ്ട. ഞാനിവിടെ ഇത് ഭിത്തി തൂക്കാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ആണിയൊക്കെ ഭിത്തിയിൽ അടിക്കാന്ന് വെച്ചാൽ ഇത്തിരി മെനക്കെട്ട പണിയാണ്. ഇതാകുമ്പോൾ നമ്മുടെ ഫ്രെയിമിനധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പിൽ ഒട്ടിക്കാം. രണ്ട് സൈഡും നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു. ഇനി നമുക്കിത് ഭിത്തി തൂക്കാം.